ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തംബ്നൈലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് 1,00,000 റുപ്പീസ് വിത്തിൻ ആൻ ഇയർ 365 ദിവസം കൊണ്ട് 1,00,000 രൂപ സമ്പാദിക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. ഓൾറെഡി നമ്മളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും 1,00,000 റുപ്പീസ് ഇത് സേവ് ചെയ്യാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നല്ലേ. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു ടാസ്ക് അല്ലെങ്കിൽ അതൊരു കാര്യം തന്നെയാണ്. അവൻ്റെ ആദ്യത്തെ സമ്പാദ്യമായിരിക്കും ഈ 365 ദിവസം കൊണ്ട് ഈ ഒരു 1,00,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം 2024 നമ്മൾ ഇത്രയും നാൾ നമ്മളെക്കൊണ്ട് ശ്രമിച്ചിട്ടും നമുക്ക് അധികമായിട്ടൊന്നും സേവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങളെ സേവിങ് ജേർണി ഒന്ന് ബിഗിൻ ചെയ്തു തുടങ്ങി നോക്കൂ. തുടങ്ങിയാൽ മാത്രം പോരാ, ഓരോ തവണ ഓരോ മൈൽ സ്റ്റോൺ എത്തുന്ന സമയത്തും ഓരോ 25,000-ൻ്റെ ഓരോ മൈൽ സ്റ്റോണിൽ നിങ്ങൾ കയറുന്ന സമയത്തും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കൂടി മറന്നു പോകരുത്. സോ ഇത് വലിയ ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ് എന്ന് നമ്മൾ മൈൻഡ് സെറ്റിൽ സെറ്റ് ചെയ്യാണ്ടിരിക്കുക. എന്നെക്കൊണ്ട് ഈ ഒരു മൈൽ സ്റ്റോൺ 1,00,000 റുപ്പീസ് 2025 അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. സേവിങ്സ് വേണം മസ്റ്റെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ കാണേണ്ട ആൾക്കാർ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും? ഓൾറെഡി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നിങ്ങളുടെ മൈൻഡിലോട്ട് എടുക്കുക. നമ്മൾ പല തീരുമാനങ്ങളിലോട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇന്നത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്നുള്ള പല ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മൈൻഡ് പല കാര്യങ്ങളിലോട്ടാകും. നമ്മളെപ്പോഴും ഒന്നിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒന്നിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടി ഫോക്കസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് തീർച്ചയായിട്ടും വർക്കൗട്ടാകും. അപ്പം 1,00,000 നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് 1,00,000 രൂപ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു കോൺഫിഡൻസോട് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ അതിനെങ്ങനെയാണ് പ്രാപ്തരാകുന്നത് നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് മാസ വരുമാനമാണോ അതോ നിങ്ങൾക്ക് ഡെയിലി വരുമാനമാണോ എന്ന് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വരുമാന സ്രോതസ്സാണല്ലേ. മാസ വരുമാനമാണെങ്കിൽ ഈ കഥ വളരെ സിമ്പിളായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ, 8,000 രൂപ നമുക്ക് മാറ്റി വെക്കാനുണ്ടാകണം. 8,000 രൂപയുടെ ഒരു ആർ ഡി നിങ്ങൾ ചേരുക. അത് ഞാനിപ്പോൾ എടുത്ത് പറയുകയാണ്. നിങ്ങൾ ലുക്ക് ഓൺ ചെയ്യുന്നത് 1,00,000 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാലം സേവിങ്സ് ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ഒരു ബാങ്കിൽ ഒരു ആർ ഡി നിങ്ങൾ പോയി ചേരുക മാസം 8,000-ൻ്റെ. അപ്പം നമുക്ക് വരുമാനം വരുന്ന സമയത്തിൽ ആ 8,000 എന്ന് പറയുന്ന തുക ആ ഒരു ആർ ഡി എമൗണ്ടിലോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അത് 12 മാസം ആകുമ്പോൾ ഏകദേശം നിയർ ടു 1,00,000 ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു കിട്ടും. അല്ലേ. ഇപ്പം ഇവിടെ ഈ ഒരു കേസിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു കേസിൽ മാസ വരുമാനത്തിൽ നിങ്ങൾ 8,000-ൻ്റെ ഒരു ആർ ഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,00,000 ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയൊരു ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ മാസവും ഇന്ന തുക നമ്മുടെ സേവിങ്സിലോട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ഒരു തുക ഇങ്ങനെ സേവിങ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്രയും നാളുള്ളതുപോലെ എല്ലാ ചിലവുകളും ഇനി വരാനിരിക്കുന്ന മാസങ്ങളും നമ്മുടെ മുന്നിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ലുക്ക് ഓൺ ചെയ്യേണ്ടത് ഈ 8,000 റുപ്പീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസസിലാണ് എനിക്ക് കുറവുകൾ കൊണ്ടുവരുത്താൻ സാധിക്കുക, അല്ലേ. അപ്പം ആ രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ എക്സ്പെൻസസ് ഒന്ന് ട്രാക്ക് ചെയ്യുകയും കട്ട് ചെയ്യുകയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുകയും ചെയ്യുക. അൾട്ടിമേറ്റ്ലി ലുക്ക് ഓൺ ചെയ്യേണ്ടത് 8,000 റുപ്പീസ് സേവ് ചെയ്യണം. ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ മാസവും 8,000 റുപ്പീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർ ഡിയിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. അതിൽ യാതൊരുവിധ കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ അറ്റ് ദ എൻഡ് ഓഫ് ദ നെക്സ്റ്റ് 365 ഡേയ്സ് എന്താണ് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടായിരിക്കും? 1,00,000 സേവിങ്സ് 1,00,000 ഉണ്ടായിരിക്കും നമ്മുടെ സേവിങ്സ് ആയിട്ട്. ഇതിപ്പോൾ ഫസ്റ്റത്തെ കാറ്റഗറി മാസ വരുമാനം. മാസം ശമ്പളമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ രീതിയിൽ 8,000 രൂപ ഒരു ആർ ഡിയിൽ ചേർന്നാൽ മതി. ഇനി നമുക്ക് ദിവസ വരുമാനമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മേ ബി ഫോക്കസ് ചെയ്യാൻ പോകുന്ന മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അവർക്ക് ജോലിയുള്ള സമയത്ത് അവർക്ക് 1,000-ഉം 2,000 ഒക്കെ ചിലപ്പം കൂലി ഉണ്ടായിരിക്കും. പക്ഷെ ജോലി ഇല്ലാത്ത സമയവും അവരുടെ മുന്നിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും, അല്ലേ.
അപ്പം അങ്ങനെയുള്ളൊരു സമയത്തേക്കും നിങ്ങൾ കരുതി വെക്കണം. എല്ലാ ദിവസവും എത്ര രൂപയാണ് നിങ്ങൾ എടുത്തു വെച്ച് സേവ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഏതെങ്കിലും ഡേ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതിലോട്ട് എടുത്ത് വെക്കാനുള്ളൊരു തുക നമ്മുടെ കയ്യിൽ നേരത്തെ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സേവിങ് ഗോൾ അച്ചീവ് ചെയ്യണം എന്ന ഡിറ്റർമിനേഷനോട് മാത്രം നിങ്ങളും മുന്നോട്ട് നിൽക്കുക. അപ്പം 365 ദിവസം കൊണ്ട് 1,00,000 രൂപ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര രൂപയാണ് എടുത്ത് വെക്കേണ്ടത്? 274 രൂപ എടുത്തു വെച്ചാൽ മതി. 1,00,000 രൂപയിലോട്ട് എത്താൻ നിങ്ങൾക്ക് വെറുമല്ല 224 രൂപ ഒരു ദിവസം എടുത്ത് വെക്കാനുണ്ടെങ്കിൽ 365 ദിവസവും ആ 274 രൂപ നിങ്ങളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 365 വരാനിരിക്കുന്ന 365 ദിവസവും നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് 1,00,000 രൂപയായിട്ട് മാറും. അപ്പം ഇതും നിങ്ങൾ കയ്യിൽ പിടിച്ച് സേവ് ചെയ്യാൻ പാടില്ല. 30 ഡേയ്സ് ആകുന്ന സമയത്ത് ആ തുക എല്ലാ മാസവും ഒരു RDക്ക് തന്നെ കൊണ്ട് നിക്ഷേപിക്കുക. കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചിലവുകളായിട്ട് പോകും. എല്ലാ മാസവും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിലോട്ടുള്ള ഒരു പുതിയ വഴി തുറക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു പുതിയ ലേണിങ്സ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ചേർത്ത് വെക്കും. ഓൾറൈറ്റ്, ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതപാതയിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഫൈനാൻഷ്യലി ഡിസിപ്ലിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ആകാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ പണം തന്നെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടായിരിക്കും. കംപ്ലൈൻറ്റുകൾ നമ്മളെപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ പണം ഇനഫ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, എൻ്റെ കയ്യിൽ അതില്ല, അങ്ങനെ കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട്. ആ സിസ്റ്റത്തിനെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പോളിസി കുറഞ്ഞുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ള പണം നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമുക്ക് വളരുവാൻ സാധിക്കും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ഗോൾ ഉണ്ടായിരിക്കുക അല്ലേ. 365 ദിവസമാണ് മുന്നിലുള്ളത്. ഇത്രയും ഞാൻ എടുത്തു വച്ച് സേവ് ചെയ്യുമെന്ന കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെക്കൊണ്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സേവിങ് ഗോൾ കേട്ടോ. അപ്പം ഇത് HDFC ബാങ്കിലെയാണ് ഒരു RD കാൽക്കുലേറ്ററിൽ നിങ്ങളൊന്ന് ഇൻസ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. വെറും 8,000 രൂപയ്ക്ക് ഒരു RD സ്റ്റാർട്ട് ചെയ്താൽ 99,493 രൂപ നിങ്ങളെക്കൊണ്ട് 12 മാസം കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. 6.6% ഇൻട്രസ്റ്റ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും ലുക്ക് ഓൺ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു 1,00,000 നമ്മളെക്കൊണ്ട് എത്താൻ സാധിക്കുന്നുണ്ട്. ആ കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.